നമ്മൾ പോകുന്നത് നേരെ ഒരു ഫാഷൻ ഷോയിലേക്കാണ്. അത് ഫാഷൻ ഷോ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന റാമ്പ് വാക്ക്, മോഡേൺ ഡ്രസ്സുകളാണ്. പക്ഷേ ഇത്തവണ ഓണം ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ ഒരു ഫാഷൻ ഷോയെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് പങ്കുവയ്ക്കാനുള്ളത്. ഓണാഘോഷത്തിൽ ജീൻസിനും ടീഷർട്ടിനും ഗുഡ് ബൈ പറഞ്ഞ രക്ഷകർത്താക്കൾ. LP UP മുതൽ കോളേജ് വിദ്യാർത്ഥികൾ വരെ ഇക്കുറി നാടൻ വസ്ത്രങ്ങളായ മുണ്ടും നേരിയതും ഷർട്ടും മുണ്ടും അണിഞ്ഞെത്തിയത് പഴയകാല പ്രതാപകാലത്തിൻ്റെ വീണ്ടെടുക്കലായി. ഞങ്ങൾ ഈ നമ്മുടെ കൂട്ടിക്കടയിലെ കൊല്ലം കൂട്ടിക്കടയിലെ ന്യൂ LPS സ്കൂളിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉണ്ട് കണ്ടില്ലയോ, എല്ലാം നമ്മുടെ ഈ കുഞ്ഞുങ്ങളും നല്ല ഭംഗിയായി ഒരുങ്ങി വന്നിരിക്കുകയാണ് ഓണാഘോഷത്തിന്. ഇവർക്ക് ഒരുപാട് വിശേഷങ്ങൾ, അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിവസം എന്നാണ് അവർ പറയുന്നത്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്കത് കേൾക്കാം. ഈ കുട്ടികളെ കണ്ടാൽ ന്യൂജൻ ആണെന്ന് പറയുമോ തോന്നുമോ? ഈ വേഷത്തിൽ കാണാൻ നല്ല ചന്തം, സുന്ദരം. പട്ട് ബ്ലൗസും പാവാടയും പിന്നിയിട്ട നീണ്ട കാർക്കൂന്തലും ഒറിജിനലിനെ വെല്ലുന്ന മുല്ല പിച്ചി പൂമാലയും ചൂടി സിന്ദൂരം തൊട്ട് കണ്ണുകളിൽ കൺമഷി എഴുതി സ്മൈൽ നൽകി അവരുടെ അന്നനട ന്യൂജൻ ഫാഷനുകളെ കടത്തിവിട്ടു. പാലക്കാമാല, നെക്ലസ്, കമ്മൽ, നെറ്റിച്ചുട്ടി, മെട്ടി എല്ലാം പഴയകാല ഫാഷൻ ആഭരണങ്ങൾ. ഓണം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. ഒന്നിച്ചോണമാണ് നല്ല ഓണം. മുല്ലപ്പൂ പ്ലാസ്റ്റിക്കാ, കടയിൽ നിന്ന് എടുത്തത്. ഇല്ല, ഇത് ടിഷ്യൂ പേപ്പർ വെച്ചത്, ഇപ്പോഴത്തത് പിച്ചിയത്. കുറച്ച് സുന്ദരിയാവണം. അത് ലിപ്സ്റ്റിക് ഒക്കെ തേക്കുന്നേ അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തേക്കാൻ ഇഷ്ടം, അല്ലാതെ മുഖത്തൊക്കെ റോസ് പൗഡർ ഒക്കെ ഉണ്ടല്ലോ. ഈ ഒറിജിനൽ പൂ വെക്കാത്ത അടുത്ത വർഷം ഉപയോഗിക്കാൻ. ആൺകുട്ടികളും മുണ്ടുടുത്ത് എത്തി. ചിലർ കൂളിംഗ് ഗ്ലാസ് ധരിച്ചു. ഷർട്ടിലും മുണ്ടിലും മ്യൂറൽ പ്രിന്റുകൾ. പഴമയെ പുതിയ ട്രെൻഡാക്കാനുള്ള മനസ്സ് രക്ഷകർത്താക്കൾക്ക് തോന്നിയതിലും സോഷ്യലിസം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം. എല്ലാ മാനസിക സമ്മർദ്ദങ്ങളുടെയും അതിജീവനം ഓണാഘോഷങ്ങൾ കുരുന്നുകൾ നിറമാർന്നതാക്കി. വിദ്യാലയമുറ്റത്തെ അത്തപ്പൂക്കളം താൽക്കാലിക ഗാർഡനായെങ്കിൽ അതേ വിദ്യാലയമുറ്റം ചിത്രശലഭ പാർക്കാക്കി കുഞ്ഞുങ്ങൾ പാറിപ്പറന്നു നടന്നു. വസ്ത്രസങ്കല്പങ്ങളും സൗന്ദര്യവും ഒരുക്കങ്ങളും ഒക്കെ നമ്മുടെ ഇതുപോലുള്ള കൊച്ചുകുട്ടികളെ കാണുമ്പോഴാണ് ഏറെ ഇഷ്ടപ്പെടുന്നത്. ഈ ഹാപ്പി ഓണം ദിവസത്തിലാണ് അവരുടെ ഈ സൗന്ദര്യമൊക്കെ. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.